പറിച്ചൊരു സാധനം ഇരിക്കുന്നില്ലേ, ചക്കയുണ്ടോ. ഇപ്പൊ പിന്നെ ചക്ക സീസൺ ആയതുകൊണ്ട് ഇതിനധികം ക്ഷാമൊന്നുമില്ല. ഇത് കിട്ടിയ അമ്മ അവിയലും ഉപ്പേരിയായിട്ട് വെക്കാറ്. അമ്മ അവിയൽ വെച്ചത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാന്. അതൊക്കെ അച്ഛമ്മ രാവിലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഉപ്പേരി വെക്കാന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറിയതാണ് കേട്ടോ. ഇത് അമ്മ വെക്കാമെന്ന് പറഞ്ഞതാണ്, പക്ഷെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ വെച്ചോളാന്ന് പറഞ്ഞ് മേടിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ നാടൻ പയറാണ് കേട്ടോ. ഇത് പാടത്തുണ്ടായതാണ് കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ എടുത്ത വീട്ടിലുണ്ടായിട്ട് നമുക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. എന്തായാലും അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അമ്മയ്ക്ക് ഇന്ന് കറി വെക്കാനുള്ള മുള്ളമീനും ഞാൻ നന്നാക്കി കൊടുത്തു കേട്ടോ. ഈ മീൻ പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ നന്നാക്കി കൊടുക്കാൻ. എനിക്ക് ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഞാൻ അങ്ങനെ മീൻ നന്നാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ഇപ്പൊ ക്ലാസ് ഒന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് അമ്മേനെ അത് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ അമ്മ രാവിലെ തന്നെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടി കുഴക്കുകയാണ് കേട്ടോ. ഈ പൊടി പച്ചപ്പൊടി എടുത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. ഞാൻ പത്തിരി വേണമെങ്കിൽ കഴിച്ചില്ല എന്ന് വരും, പക്ഷെ ഈ പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കമന്റിൽ ഇന്നലെ 1-2 പേര് വന്നിട്ട് ആളുടെ പേര് പറയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാളുടെ പേര് ഷബാൻ എന്നാണ് കേട്ടോ. പൊന്നാനി സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീടിൻ്റെ അതേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ആളുടെ വീട്, മൂക്കുതല തന്നെയാണ്. അടുത്ത ആളുടെ പേര് ഹിത എന്നാണ് കേട്ടോ. അവർ രണ്ടോളം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. പിന്നെ അടുത്തത് നമ്മൾ ബബ്ലൂസ് നാരങ്ങയമ്മയ്ക്ക് നീങ്ങി ഗൈസ്. ഇത് പല സ്ഥലത്തും പല നെയിമാണ് ഇതിന് പറയാന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിനെ ചൊല്ലിയിട്ടൊരു കഥയുണ്ട് കേട്ടോ. എനിക്കൊരു 7 വയസ്സാകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ നാരങ്ങ കഴിക്കുകയുണ്ടായിട്ടോ. പക്ഷെ ഇത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് വയറുവേദന വന്നു. അന്ന് ഞാൻ എൻ്റെ പൊട്ടബുദ്ധിക്ക് ചിന്തിച്ചു കൂട്ടി അത് കഴിച്ചത് കൊണ്ടായിരിക്കും ഈ വയറുവേദന വന്നതെന്ന് കേട്ടോ. അന്ന് അങ്ങനത്തെ ഒരു വയറുവേദനയാണ് വന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇത് കഴിക്കൽ നിർത്തിയിട്ടോ ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ പൊട്ട കഥകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അന്ധവിശ്വാസത്തെ ചൊല്ലി ചെറുപ്പത്തിൽ വല്ല പൊട്ട കഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. ചുമ്മാ ഒരു രസം. പിന്നെ ഞാൻ അമ്മയ്ക്കൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അതിൻ്റെ പകുതി ഞാനും കഴിച്ചു കേട്ടോ. എന്തായാലും അതിൻ്റെ ഒരു പങ്ക് ഞാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. രാവിലെ എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. നമ്മുടെ സ്ഥിര സംഗതി തന്നെയാണ് കേട്ടോ, റാഗി സ്മൂത്തിയാണ്. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.